very special experience for you. Very nice. Since I did not know the language, people were very helpful. The team was very helpful. Helped me out with the language ability that we had. I really liked the culture. Really liked Kerala and very nice. Everything. It's lovely to entertain everyone. എങ്ങനെയുണ്ടായി അപൂർവ പുത്രന്മാർ? അപൂർവ സഹോദരങ്ങൾ പുത്രന്മാർ അപൂർവ പുത്രന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് അപൂർവ സഹോദരന്മാർ എന്നൊക്കെ പറഞ്ഞ പടമുണ്ടല്ലോ. അപ്പോൾ അതൊന്നുമല്ല, വേറൊരു സിനിമ അതായത് കോമഡി, ഒരു സീരിയസ് ആയ വിഷയമാണ്. ഇന്ന് സമൂഹത്തിലെ ഒരു സീരിയസ് ആയ വിഷയമാണ് മതം, വിശ്വാസം. അതാണ് ഇതിൻ്റെ. അതിന് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഇതാണ് ഒരു സമൂഹത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ഇതാണ് ഇതിനകത്ത് പറയാൻ ശ്രമിച്ചേക്കുന്നത്. പക്ക ആക്ഷേപഹാസ്യം. ഇതിനകത്ത് ബിപിൻ ജോർജും വിഷ്ണു കൃഷ്ണനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അശോകൻ്റെ ഫാദർ എടുത്തു പറയത്തക്ക അഭിനയം കാഴ്ചയുണ്ട്. കൂടാതെ ലാലു ലക്സ് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു തിരിച്ചുവരവ്. പക്ഷേ ഈ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും പ്രായമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന്, ആ പഴയ ശബ്ദത്തിന് യാതൊരു മാറ്റമില്ല. അതാണ് എടുത്തു പറയത്തക്ക നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് ആ തൊമ്മനും മക്കളും സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ തൊമ്മനും മക്കളുടെയൊക്കെ ഓർമ്മയിലേക്ക് പോയി. എന്നാലും പടം ഒരു ഫാമിലിയായിട്ട് കാണാവുന്ന ഒരു എൻ്റർടൈനറാണ്. ഒരു നിമിഷം പോലും നമ്മൾ ബോറടിപ്പിക്കാതെ കാണിക്കാൻ അതിൻ്റെ സംവിധാനം ശ്രമിച്ചിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ആൾക്കാരുകൾ ശരിക്കും കാണേണ്ട പടം തന്നെയാണ്. പടം പിന്നെ കൂടി ശരിയാണ്. അടിപൊളി പടം, സൂപ്പറാണ്. ഫാമിലി എല്ലാവരും കാണാം. തലമുറ കാണേണ്ട പടം തന്നെയാണ്. കാരണം ഇപ്പം മലയാളികൾ ഒരാൾക്കാരുകൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കാണുന്ന പടമാണ്. ഞാൻ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ നടക്കുന്ന സംഭവം ബിപിൻ ജോർജിന്റെ മൂവീസിലുള്ള പോലെ ഒരു കോമഡി, ഇമോഷണൽ ആ ഒരു ട്രാക്കിൽ അറിയാലോ, എനിക്കും അറിയാലോ. രണ്ടുപേരും വർക്കൗട്ടാണ് കോമഡി. പിന്നെ ഇത് അശോക ചേട്ടനാണെന്നുണ്ടെങ്കിൽ കാലവർഷം എല്ലാവരും കോമഡി, ധർമ്മചേട്ടൻ എല്ലാവരുടെയും ചിരിക്കാനുള്ള സംഭവങ്ങളാണ് എടുക്കുന്നത്. മൊത്തത്തിൽ ഫാമിലി ആയിട്ട് വന്ന് തിയേറ്ററിൽ വന്ന് ചിരിച്ചു പോകാൻ പറ്റിയ സംഭവങ്ങളാണ്. എല്ലാവർക്കും ചിരിക്കാം. ആദ്യത്തെ കുറച്ച് നേരം പറഞ്ഞു ഓർഡിക്കാന്നുള്ളൂ. എല്ലാവരും സിനിമ കാണണം, മാക്സിമം വിജയിപ്പിക്കണം. നിങ്ങൾ സിനിമ കണ്ടായിരുന്നോ? കണ്ടില്ല? കണ്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്തിരിക്കണം. കാര്യം എല്ലാവരിലും എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വർക്കാവുമെന്ന് തോന്നുന്നു. ഓഡിയൻസിനൊപ്പം ഇരുന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. പ്രൊഡ്യൂസറാണ്. ഭയങ്കര സന്തോഷം.